നമസ്തേ. കഥകളതി സാദരത്തിലേക്ക് സ്വാഗതം. തച്ചോളി മാണിക്കോത്ത് ഒതേനക്കുറിപ്പിൻ്റെ ആ പൊന്നിയത്ത അംഗത്തിൻ്റെ കഥയാട്ടോ ഞാൻ പറയണത്. എന്തുണ്ടായി? ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയില്ലേ ചീണ്ട നമ്പ്യാർ. ചെയ്തത് എന്താ? കളരി ചെന്ന് മാപ്പ് പറയാൻ ചെന്നതാ ഉദയനൻ. കാൽക്കൽ പെട്ടി വെച്ചു നമ്പ്യാർക്ക് ആളെ മനസ്സിലായി എന്ന് കണ്ടപ്പോൾ വായിൽ നിറയെ മുറുക്കാനിട്ട് ചവച്ച് ചവച്ച് തുപ്പാനിങ്ങനെ റെഡിയായിട്ട് നിൽക്കണ സമയത്താണ് ആ തുപ്പലോ ഉദയനൻ്റെ മുഖത്തേക്ക്. ഇതിൽ ഒരാളെ അപമാനിക്കാണ്ട് കൊണ്ട് ചെവന്ന് വെച്ച പെട്ടി കൊട്ടത്താൻ ഒരു തട്ടും തട്ടി. ഉദയനൻ അപ്പം ഇറങ്ങിപ്പോന്നു. ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് കളരിയുടെ പടിപ്പരയും കടന്ന് പാടത്ത് കൂടെ വലിഞ്ഞ് കയറി എത്തി. ഇതെവിടെയാണെന്നറിയാമോ? ആ വരവ് വന്നത് ലോകനാർക്കാവിലമ്മയുടെ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് നടക്കാൻ നിന്ന് തൊഴുത് മനസ്സുരുകി പ്രാർത്ഥിച്ചു. എന്നെ അപമാനിച്ചു, എന്നെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കണേ എൻ്റെ അമ്മേ, ലോകനാർക്കാവിലമ്മേ, പൊന്നമ്മേ എന്ന് പറഞ്ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നിട്ടോ ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലാതെ, അപമാനം തീർത്തല്ലാതെ ഞാൻ എൻ്റെ ഭവനമായ തച്ചോളി മാണിക്കോത്തേക്ക് പോവില്ല. അംഗം പുനിയത്തങ്കം പയറ്റി ജയിച്ചിട്ടേ പോവുള്ളൂ എന്നും മനസ്സിൽ ഭഗവതിയുടെ അടുത്ത് സത്യം ചെയ്ത് പറഞ്ഞിട്ട് നേരെ പോയത് പയ്യംവെള്ളി ചന്തു എന്ന് പറയുന്ന തൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ്. എന്താ എങ്ങനെ കൂട്ടുന്നു? മതിലൂർ ഗുരുക്കൾ എന്ന് പറയണ പേര് കേട്ട കളരിയാശാൻ്റെ അടുത്താണ് ഇവർ ഒരുമിച്ച് പയറ്റ് പഠിച്ചേക്കണേ. അവിടെ വച്ച് കൂടെ പഠിച്ചൊരു സുഹൃത്തുമാണ് ഈ പയ്യംവെള്ളി ചന്തു. അപ്പോൾ പഠിത്തം കഴിഞ്ഞ് കുറേ കാലമൊക്കെ ആയി, 10-18 അടവുകളും പഠിച്ച് പൂർത്തിയായി കഴിഞ്ഞേച്ച് ഉദയനൻ തിരിച്ച് നാട്ടിലേക്ക് പോകും. പിന്നെ അവിടെ കുറച്ചുകൂടിയൊക്കെ ചില സൂത്രാടവുകളൊക്കെ പഠിക്കാനായിട്ട് പയ്യംവെള്ളി ചന്തു ഗുരുക്കളുടെ ഗുരുകുലത്തിലുണ്ടായിരുന്നു. ഉദയനൻ വന്ന് പിന്നീട് അവർ തമ്മിൽ അടുത്ത് കണ്ടിട്ടില്ല. അങ്ങനെ ഇപ്പം നേരെ വിട്ടുപിടിച്ച് പയ്യംവെള്ളി ചന്തുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തെ എന്താ സ്ഥിതി എന്നറിയാമോ? പയ്യംവെള്ളി ചന്തുവിൻ്റെ സഹോദരി ഉദയനനെ വരൂ അകത്തിരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു. കരിക്ക് കുടിക്കാൻ കൊടുത്തു. അങ്ങനെ സൗഹൃദ സംഭാഷണത്തിലൊക്കെ ഏർപ്പെട്ട് സൽക്കരിച്ചിരുത്തി. ചന്തു അപ്പം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം പറഞ്ഞു, നേരാങ്ങളപ്പം വരും, ഇരിക്കൂ ഉദയനക്കുറിപ്പ് ഇരിക്കൂ എന്ന് പറഞ്ഞ് മാധുക്കുട്ടി എന്നാണ് പേര്, പയ്യംവെള്ളി മാധു ഉദയനനെ സൽക്കരിച്ചിരുത്തി. അങ്ങനെ അവരിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് കരിക്കൊക്കെ കുടിച്ച് വിശ്രമിച്ച് ക്ഷീണം തീർത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പയ്യംവെള്ളി ചന്തു എവിടേക്കോ പോയി കിടന്നു. കുതിരക്കുളമ്പടിയിൽ ശബ്ദം കേട്ടു. കുതിര പെട്ടെന്ന് വന്ന് മുറ്റത്ത് വന്ന് കുതിര വന്നു നിന്ന് കുതിരപ്പുറത്തുനിന്ന് ചാടി ഇറങ്ങി. അപ്പം മെതിയടി കണ്ടു ഉമ്മർത്തന്നെ. മെതിയടി എന്ന് പറഞ്ഞാൽ ഇന്ന് ചെരുപ്പിന് പകരം അന്ന് മെതിയടി എന്ന് പറയും. അങ്ങനത്തെ ഒരു ഉപകരണങ്ങളുണ്ട്. അത് ചെരുപ്പ് പോലെ തന്നെ പ്രയോജനമുള്ളത്. മെതിയടിയപ്പോൾ ആരോ വന്നിട്ടുണ്ടാക്കത്തിരിക്കുകയാണല്ലോ എന്ന് കരുതി ആരാ അത് എന്നും ചോദിച്ചാൽ ഒറ്റയ്ക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഉദയനനെ കണ്ടപ്പോൾ 2 പേർക്കുള്ളിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഏറെ നാൾ കൂടിയാണ് കാണുന്നത്. അങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. ഉദയനൻ വരാനുള്ള കാരണം ഇങ്ങനെ അംഗം കുറിച്ചേക്കാണ്. അടുത്ത ഞായറാഴ്ച പൊന്നിയത്ത അംഗമാണ് ചെണ്ട നമ്പ്യാരുമായിട്ട്. 18 അടവുകൾ നമ്മളങ്ങ് പഠിച്ചതിന് ശേഷം നീ എന്തെങ്കിലുമൊക്കെ പുതിയ അടവുകൾ എനിക്ക് പറഞ്ഞു തരണം. എന്തെങ്കിലും അടവുകളൊക്കെ നമ്പ്യാരുടെ അടുത്ത് ജയിച്ച് നിൽക്കണം എനിക്ക്, ഞാൻ അപമാനിതനായേക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പയ്യവിളി കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരാം, എൻ്റെ കയ്യിലുണ്ട്. 18 അടവ് കഴിഞ്ഞാൽ പിന്നീട് 18 അടവുണ്ട്. അത് കഴിഞ്ഞ് പമ്പരം കാച്ചൽ എന്നും പറയും. 18 അടവും പമ്പരം കാച്ചിലെന്ന് പറയും. അതുകൂടാതെ കണ്ടോ പിന്നൊരടവ് 19ാമത്തെ അടവാണ് പൂഴിക്കടകനടി. അത് പയ്യംവെള്ളി ചന്തുവിനോളം പറ്റിയൊരു ഗുരു പഠിപ്പിക്കാൻ വേറെ ഇല്ല. പൂഴിക്കടകനടിയിൽ സമർത്ഥന പയ്യംവെള്ളി ചന്തു. ആ പയ്യംവെള്ളി ചന്തുവിൻ്റെ അടുത്ത് താമസിച്ച് ഉദയനൻ പൂഴിക്കടകൻ അങ്ങോട്ട് പഠിച്ചു. പൂഴിക്കടകനടി പഠിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒരു ആത്മധൈര്യം ഒന്നും കൂടെ കൂടി.
കാരണം തൻ്റെ എതിരാളി ചേട്ടൻ നമ്പ്യാർ നിസ്സാരക്കാരനൊന്നുമല്ല, 18 കളരിക്ക് ആശാന. വേഗം വന്നു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പാണിക്കൊത്തേക്ക്. അപ്പോഴേക്കും കോമപ്പക്കുറിപ്പ് പറഞ്ഞു, ഉദയനൻ പയ്യൻവള്ളി ചന്തുവിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്, പൊയ്ത്തിന് പോകുന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞു. വേഗം കോമപ്പക്കുറിപ്പ് അനിയനെ കാണാനായിട്ട് അങ്ങോട്ട് പയ്യൻവള്ളിക്ക് ചെന്നു. പയ്യൻവള്ളി ചെന്ന് കോമപ്പക്കുറിപ്പിനെ സൽക്കരിച്ചിരുത്തി പയ്യൻവള്ളി ചെന്നു. അങ്ങനെ അനിയന് വേണ്ട ഇതുകളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു അവിടെ നിന്നു. അങ്ങനെ പയ്യൻവള്ളി ചന്തുവിൻ്റെ വീട്ടിൽ നിന്നും പട പുറപ്പെട്ട് പുന്നിയത്തങ്കത്തിന് ഉദയനം പോയി. പോകുന്ന വഴി ലോകനാർകാവിൽ അമ്മയുടെ അടുത്ത് ചെന്ന് തൊഴുതു. അമ്മൻ്റെ കൂടെ വരണമെന്ന് താണുകേണങ്ങൾ അപേക്ഷിച്ചു. ഇതുപോലെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 32 വയസ്സിനിടയ്ക്ക് തച്ചോളി മാണിക്യത്ത് കുഞ്ഞുദയനൻ 64 അംഗങ്ങൾ പോയിട്ടുണ്ട്, 64 അംഗവും ജയിച്ചിട്ടുണ്ട്. പോകുന്നത് ലോകനാർകാവിൽ അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ അമ്മ, ലോകനാർകാവിലമ്മ ഉദയനനെ തൻ്റെ മകനെ പോലെ കരുതിയെന്നാണ് പറയുന്നത്. അതങ്ങനെയൊക്കെയാണ് ഐതിഹ്യം. കൂടെ അങ്ങോട്ട് പോകും, ഒരു പച്ച തത്തയായിട്ട് അങ്ങോട്ട് പറക്കും മുന്നേ, പിന്നാലെ പടപ്പുറപ്പാട്. അങ്കക്കളരിയിൽ ചെന്നാൽ, അങ്കത്തട്ടിൽ ചെന്നാൽ അടുത്ത് തന്നെ ആ പച്ചത്തത്ത, പച്ചപ്പനന്തത്ത ഒരു മരത്തിലിരുന്ന് വിശ്രമിക്കും. അമ്മയാണ് ഈ പൊയ്ത്ത് അംഗം പൊരുതുന്നത് നിയന്ത്രിച്ച് നിർത്തി ഉദയനന് വേണ്ട കരുത്തും ബലവും നൽകണേ എന്നാണ് വിശ്വാസം. അങ്ങനെ പയ്യൻവള്ളി ചന്തുവിൻ്റെ വീട്ടിൽ നിന്നും അംഗം പുറപ്പെട്ടു. പൂഞ്ഞിയത്തെത്തിയപ്പോൾ നിവർത്തിയില്ല, അനിയൻ എന്തായാലും പോവും. അപ്പം എന്താ, ഉദയനം മുമ്പേ നടക്കണു. ഇടത്തും വലത്തുമായിട്ട് ജ്യേഷ്ഠൻ കോമപ്പക്കുറിപ്പും വലത്തു പയ്യൻവള്ളി ചന്തു. അങ്ങനെ അങ്കക്കളരിയിൽ കാവിലമ്മ, കളരി ഭഗവതി ദൈവങ്ങളെയൊക്കെ വിചാരിച്ച് ഉദയനൻ അങ്കത്തട്ടിലേക്ക് വലത് കാലെടുത്ത് വച്ചങ്ങോട്ട് കയറി. കൂട്ടം തന്നെ തട്ടിലേക്ക് ചാടി പറന്നെത്തി നമ്പ്യാരും. എന്നിട്ടോ അവിടെ നിന്നിട്ടും ആദ്യമൊക്കെ തുടക്കത്തിൽ താളം ചവിട്ടി, താളത്തിൽ വാളിങ്ങനെ പിടിച്ചിട്ട് ചവിട്ടൽ മാത്രമേ ഉള്ളൂ. താളം ചവിട്ടി, പിന്നെ പോര് വിളിച്ച്, നീണ്ടെന്ന് ഞാൻ വച്ചേക്കില്ലട ഇമ്മാതിര പോര് വിളിച്ചു. ആചാരപ്രകാരം പ്രാരംഭ പോയി അങ്ങും കൈ കൊടുത്ത് ഗുസ്തിക്കാരെയൊക്കെ എപ്പോഴും കണ്ടില്ലേ നമ്മൾ, ഷെയ്ക്കൻ്റെയൊക്കെ കൊടുക്കും. ആ ഷെയ്ക്കൻ്റെയൊക്കെ സ്നേഹം ഷെയ്ക്കൻ്റാടാ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനുള്ള ഇതില്ല എന്ന പോലെ പ്രാരംഭ പൊയ്ത്ത് നടത്തി. അത് കഴിഞ്ഞ് ആചാരങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ആവേശമായി. ഇപ്പോൾ പൊയ്ത്തിൻ്റെ നല്ല ചെണ്ട കൊട്ടിട്ടാവും കേട്ടോ. അങ്കത്തട്ടിൽ നിന്ന് അംഗച്ചേകവന്മാർ, അംഗക്കാർ അംഗം വെട്ടുന്ന സമയത്ത് ചെണ്ട കൊട്ടുണ്ടാവും. ആ കൊട്ടിനൊരു താളമുണ്ട്. ഈ പൊയ്ത്തിൻ്റെ താളം അനുസരിച്ചാണ് ആ കൊട്ടൽ. പൊയ്ത്ത് ആദ്യമൊക്കെ സാവകാശത്തിൽ ഡിം ഒരടി, ഒരു വിട്ട്, പിന്നെ ഡിം അടുത്ത വിട്ട്, അങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങം ബലങ്ങം പരിചയമ വാള് കൊള്ളണ ശബ്ദം. എതിരാളിയുടെ വാള് തടുക്കും. പരിച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിൽ ഒരു തളിക പോലെ ഉണ്ട്. അതിന് ഉള്ളാലെ കയ്യിലൊരു പിടിയുണ്ട്. അത് കയ്യിലിങ്ങനെ പിടിക്കുകയാണ് ചെയ്യണത്, ഇടത്തെ കയ്യിൽ. എതിരാളിയുടെ വെട്ട് വരുമ്പോൾ പരിചയം അങ്ങോട്ട് വെച്ചു കൊടുക്കും. അപ്പം അതുമ്മ കൊള്ളുമ്പോഴത്തെ ശബ്ദം. അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് വെട്ടുമ്പോൾ മറ്റേ ആൾ ഇതുപോലെ തടുക്കും. അപ്പോൾ ആദ്യമൊക്കെ ഒരു വെട്ട്, ഒരു തടുക്കൽ, ഒരു വെട്ട്, പിന്നെ വെട്ട്, പിന്നെ തടുക്കൽ, അങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആചാരമൊക്കെ അങ്ങോട്ട് ആവേശമായി മുറുകിയപ്പം താളം മുറുകി, ചെണ്ടകൊട്ട് മുറുകി, വെട്ടലും മുറുകി. കുറച്ച് കഴിഞ്ഞ ഓതിരം കടകം എന്നൊക്കെ പറയുന്നത് കളരിപ്പയറ്റിൻ്റെ ചില ഘട്ടങ്ങളാണ്. ഓതിരം ചൊല്ലിക്കൊണ്ട് വെട്ടുക, കടകം വേറൊരു വെട്ട്. അതിനനുസരിച്ച് ചെണ്ടവെട്ടിലും വ്യത്യാസങ്ങളുണ്ട്. ഓതിരം കടകം എന്ന് അത് ഇടം വെട്ടും, ഇടത്തേക്ക് വേണ്ടി ഇടത്തോട്ട് വെട്ടും, വലത്തോട്ട് വെട്ടും, ഇടവും വലവും താങ്ങി, എന്നിട്ട്
അടുത്ത് മുട്ടി ചിലപ്പോൾ അങ്ങോട്ട് പരിച വെച്ചിട്ട് അപ്പുറത്തങ്ങോട്ട് വെട്ടും, പരിചയം വന്ന് എടുക്കില്ല, അങ്ങോട്ട് വെച്ച് മുട്ടി പിന്നെയാണ് മാറുക, അടുത്ത വെട്ട് തകർക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ താങ്ങി ഏറ്റവും വലവും താങ്ങി അടുത്ത് ചെന്ന് മുട്ടി, പിന്നെ തടുത്ത് പൊങ്ങി ദൂരെ മാറി തടുത്തു, ദൂരെ ചെന്ന് നിന്നിട്ട് ഓട്ടി വന്നിട്ടുള്ള വെട്ടൽ. മറന്നിട്ടങ്ങോട്ട് ചാടുക, ചാട്ടി വെട്ടുക, പിന്നെ നെഞ്ചത്തേക്ക് തന്നെ മാറിലേക്ക് നോക്കിയിട്ട് വെട്ടൽ, തലക്കടിച്ചിട്ട് തലക്കടിച്ചിട്ട് എട്ടത്തോങ്ങിയിട്ട് വലത്തോങ്ങിയിട്ട് എന്തൊക്കെ പ്രപഞ്ചപ്പം ചെയ്യണേ. ഇതൊക്കെ ആ കളരി പയറ്റിൻ്റെ താളങ്ങളാണ്. എന്തൊക്കെയാണ്? താളം ചവിട്ടി പോർ വിളിച്ച് ആചാര പൊയ്ത്ത്. ആചാരം ആവേശമായി മാറിയപ്പോൾ താളം മുറുകി. ഓതിരം കടകം എന്നിടവും വലവും താങ്ങി അടുത്തു മുട്ടി അടുത്തു വാങ്ങി ദൂരെ മാറി തടുത്തമർന്ന് ചാടി മാറിൽ നോക്കി തലക്കിട്ടിച്ച് ഇടത്തോങ്ങി വലത്തടിച്ച് അങ്കം പിരി മുറുകി നല്ല കൊട്ടക്ക് ദൂരെ നിന്ന് കേൾക്കണവർക്ക് ചെണ്ട കൊട്ട അനുസരിച്ച് അവിടെ നടക്കണത്. ഇങ്ങനെ ഒടുക്കം ഉദയനൻ ഈ 18 അടവും പഠിച്ച 18 അടവും ചിണ്ട നമ്പ്യാർ ഇങ്ങോട്ടെടുത്തു, ഉദയനൻ അങ്ങോട്ടും എടുത്തു. രണ്ടാളൊക്കെ ഒരു ക്ഷീണമില്ല. ആര് ജയിക്കും ആര് തോൽക്കുന്നുണ്ട് പറയാനും വയ്യ. നമ്പ്യാരെ തോൽപ്പിക്കൽ വിചാരിച്ച പോലെയൊന്നും അത്ര എളുപ്പമല്ല എന്ന് ഉദയനന് മനസ്സിലായി. ഇപ്പം തച്ചോളി മാണിക്കത്തെ കുഞ്ഞോദയനൻ വലിയ പ്രായമൊന്നുമില്ല, പയ്യനാണെങ്കിൽ ഇവനെ തോൽപ്പിക്കലൊന്നും എളുപ്പത്തിൽ നടക്കില്ല എന്ന് ചിണ്ട നമ്പ്യാർക്ക് മനസ്സിലായി. അങ്ങനെ 2 പേരും ഇങ്ങോട്ട് പിൻവാങ്ങി ഇനി അടുത്ത അടവെടുക്കാനായിട്ട് ഓരോ കടകാലേ കഴിഞ്ഞിട്ടുള്ളൂ, അടുത്ത അടവെടുക്കുക. അങ്ങനെ 18 അടവും പയറ്റിയിട്ടും രണ്ടാളും ജയിച്ചില്ല തോറ്റില്ല. അങ്ങനെ നിന്നിട്ട് ഇനി എന്താ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാടി വന്നു 2 പേരും. വീണു. കുറച്ച് നേരത്തെ ബ്രേക്ക് കഴിഞ്ഞ് 2 പേരും അങ്കത്തട്ടിലേക്ക് ചാടി വന്നു കഴിഞ്ഞപ്പോൾ ഉദയനൻ തൻ്റെ ഇടത്തെ കയ്യിൽ ഈ ചുരുകയും കിട്ടി പിടിച്ചു, വലത്തെ കയ്യിൽ വാളിങ്ങനെ ഓങ്ങി പിടിച്ചുകൊണ്ട് ചിണ്ടൻ നമ്പ്യാരോട് പറഞ്ഞു, തച്ചോളി മാണിക്യോത്തെ പൂഴിക്കടകനടി തടുത്തോ. ഇത് തച്ചോളിക്കുറുപ്പ് പഠിച്ചിട്ടുള്ള വിദ്യയാണ്. പൂഴിക്കടകൻ ഇന്നതാണ് താൻ പയറ്റാൻ പോണെന്ന് പറയണം. പൂഴിക്കടകനടി എന്ന് പറയല്ല, ആളൊന്നങ്ങട്ട് പൊങ്ങിച്ചാടി തിരിച്ചുകിട്ട് വന്നു വീണു. എവിടെ തിരിച്ചു വന്നു വീണതറിയാം, ഈ അങ്കത്തട്ടിൽ ചാടി നിന്നിട്ട് കാലൊരു കാലങ്ങട്ട് അമർത്തിയിട്ട് നിന്നങ്ങോട്ട് തിരിയുമ്പോൾ ഈ ഉപ്പുറ്റിയുടെ അടിയിലുള്ള മണ്ണങ്ങട്ട് ഇളകി അതങ്ങട്ട് കാറ്റിൽ പറക്കുക. കാറ്റ് പറന്നു കഴിഞ്ഞപ്പോൾ എന്താ, എതിരാളികളുടേന്ന് മാത്രമല്ല കാണികളുടെ പോലും മുൻകണ്ണിൽ മുഴുവൻ മണ്ണും പൊടിയത് കണ്ണു കാണും. ആ നേരത്ത് കണ്ണുകല്ല. ആ സമയത്ത് ഈ പൂഴിക്കടകനടി തടുത്തോ പറ്റിങ്ങെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പൂഴിക്കടകൻ ചാടി തിരിയാൻ തുടങ്ങിയപ്പോൾ ഉദയനൻ കണ്ണടച്ചു. കണ്ണങ്ങടെ അടച്ചു. ചിണ്ടൻ നമ്പ്യാരുടെ കണ്ണിലേക്ക് പൊടി ഇങ്ങനെ കയറി. കണ്ണ് കാണാനില്ല. കണ്ണിൽ പൊടി കയറി കണ്ണ് തുറക്കാൻ പറ്റുമോ? കണ്ണ് കാണാണ്ടായി. അങ്ങനെ നോക്കിയാൽ പൊടിയൊന്നും കിട്ടും അവിഞ്ഞ് കഴിഞ്ഞ് ആളെ കാണാമെന്നായപ്പോൾ ഉദയനൻ തട്ടിയാൽ മറച്ചിട്ടു ചിണ്ടൻ നമ്പ്യാർ മലക്കം കെട്ട് വീണില്ലേ. ഉടൻ തന്നെ ഉദയനൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തങ്ങോട്ട് കയറിയിരുന്നു. ഒരു കയ്യിൽ പരിചയുണ്ട്, മറ്റേ കയ്യിൽ വാള് ഉയർത്തി പിടിച്ചേക്കുക. ഉയർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്പ്യാർക്ക് അനങ്ങാൻ നിവൃത്തിയില്ല. കണ്ണ് കാണാൻ വയ്യ, കണ്ണിൽ മണ്ണും പോയി. ഉദയനൻ ഒരലർച്ചയാണ്. എന്തു പറയുന്നു നമ്പ്യാരെ? നമ്പ്യാർക്ക് മിണ്ടാൻ നിൽക്കണ്ട, തന്നെ തോൽപ്പിച്ചു, കഴുതു എപ്പോൾ കിട്ടും ഉറപ്പായി യുദ്ധത്തിൽ. എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഒരു മര്യാദയുണ്ട്, അതാണ് ചോദിച്ചത്. എന്തു പറയുന്നു? തോൽവി സമ്മതിക്കുകയാണോ? മാപ്പ് നൽകി പോകണോ? എന്താ വേണ്ടതെന്ന്? അതോ വാള് പൊക്കി പിടിച്ചേക്കുക കൊല്ലട്ടെ? അതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. നമ്പ്യാരെന്ത് പറഞ്ഞു? സമ്മതം. തന്നെ കൊന്നു. നാണം കെട്ടിക്ക് ജീവിക്കണ്ട. 18 കളിക്ക് ആശാനായിട്ട്
ഞാൻ ഈ തച്ചോളി മാണിക്കത്തെ കുഞ്ഞോദയനോട് പുത്തിരിയങ്കം കഴിഞ്ഞിട്ടുള്ളൂ, രണ്ടുടെ അടുത്ത് തോറ്റിട്ട് പിന്നെ നാണം കെട്ടി ജീവിക്കണ്ടേ, എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട എന്നും നമ്പ്യാർ അങ്ങോട്ട് ഉറപ്പിച്ചു. എന്നിട്ട് നമ്പ്യാർ പറഞ്ഞു സമ്മതം. എന്തിന്? കഴുത്ത് വെട്ടിക്കോളാൻ. കേട്ട വാദി കേൾക്കാത്ത വാദി. ഈ പണ്ട് കാലത്ത് പുരുഷന്മാരൊക്കെ തലമുടി വളർത്തുമായിരുന്നു, കുടുമ കെട്ടുക, ഒരു വശത്തൊക്കെ തലമുടി ഇങ്ങനെ ചെരിച്ച് കിട്ടും. ഈ നമ്പ്യാരുടെ കുടുമയിലും കിട്ടി പിടിച്ചാൽ പോക്കിയിട്ട് കരുക് വെട്ടണില്ലേ എന്ന് മരിക ഒറ്റ വേട്ട വഴിക്ക് ചോരം കെട്ട് ചീറ്റി കലി കൊണ്ടിട്ട് ഉദയനപ്പം പറയണം, അന്ന് നീ എൻ്റെ മുഖത്ത് തുപ്പിയ തുപ്പലുണ്ടല്ലോ, മുറുക്കാൻ തുപ്പൽ ഇതുപോലെ ചുമന്നതായിരുന്നു. എന്നെ അന്ന് നാണം കെടുത്തി അപമാനിച്ചില്ലേ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റിട്ട് ഈ തല പന്ത് കളിക്കുന്ന ഒരു പന്തടിച്ച് വീഴ്ത്തുന്നില്ലേ എന്നുപോലെ ഒരൊറ്റ അടിച്ച് തെറിപ്പിക്കില്ലേ. എന്നിട്ട് പറയണോ തന്നെ, എൻ്റെ ചെല്ലപ്പെട്ടി ഞാൻ കാൽക്കൽ വെച്ചതാ, മാപ്പ് പറഞ്ഞതാ, ആ ചെല്ലപ്പെട്ടി ഇതുപോലെ തട്ടി തെറിപ്പിച്ച്. അങ്ങനെ പൊന്നിയ തങ്കം കഴിഞ്ഞു. പയ്യമ്പള്ളി ചിണ്ടൻ നമ്പ്യാരും തച്ചോളി മാണിക്കോട്ട് ഉദയനക്കുറുപ്പും തമ്മിലുള്ള അംഗം കഴിഞ്ഞു. അംഗത്തിൽ ഉദയനക്കുറുപ്പ് അംഗം ജയിച്ചു, ചിണ്ടൻ നമ്പ്യാരെ കൊന്നു. ഇതാണ് പൊന്നിയത്തെ അംഗത്തിൻ്റെ കഥ. ഉദയനൻ നയിച്ച അംഗങ്ങളിൽ പുത്തിരിയംഗം നേരത്തെ ഉള്ളത്, അതുകൂടാതെ കണ്ടതാ ഇപ്പോൾ പൊന്നിയത്തെ അംഗം സമാപിച്ചു. വിജയാഹ്ലാദത്തോടു കൂടി ലോകനാർകാവിൽ പോയി അമ്പലക്കുളത്തിൽ കുളിച്ച് ദേവിയെ തൊഴുത് തച്ചോളി മാണിക്കോത്ത് ഭവനത്തിലേക്ക് ചെന്നു. സഹോദരിയായ ഉണിച്ചാറ ആരതി ഒഴിഞ്ഞ് ഉദയനനെ സ്വീകരിക്കുകയും ചെയ്തു. വിജയശ്രീലാളിതനായി പൊന്നിയത്ത് അംഗം ജയിച്ച് വരുന്ന തൻ്റെ സഹോദരനായ തച്ചോളി മാണിക്കോത്ത് ഉദയനനെ അഭിമാനപൂർവ്വം ഉണിച്ചാറ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. ഇതാണ് ഉദയനക്കുറുപ്പിൻ്റെ പൊന്നിയത്തങ്കത്തിൻ്റെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി. ഇനിയും കേൾക്കണ്ടേ ഉദയനക്കുറുപ്പിൻ്റെ വീരകഥകൾ? പറയാട്ടോ.